എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികളാണ് നമ്മളോട് കമൻറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് വണ്ണിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്തായെന്ന്, എപ്പോഴായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, പിന്നെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ചൊന്നും യൂട്യൂബിൽ പോലും യാതൊരു അപ്ഡേറ്റ് കാണുന്നില്ല. ആരും അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്താ വിട്ട കേസാണോ, മറന്നുപോയ കേസാണോ എന്നൊക്കെ വിദ്യാർത്ഥികൾ നിരന്തരമായി കമൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വിട്ടിട്ടില്ല. കാരണം ഞാനത് വിട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി തന്നെ പ്രീമിയർ വീഡിയോ ഉണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാലുള്ളത്. അപ്പോൾ റിസൾട്ട് എന്തായാലും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും എന്നതിൽ സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതും കൂടെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോസ് ഉള്ളത് തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ, അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോസ് ഉള്ള എത്തുന്നതാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്ലസ് വണ്ണിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളും നിരന്തരമായി കമൻറ്റ് ബോക്സുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റീവാലുവേഷൻ റിസൾട്ടിൻ്റെ വിട്ട കേസാണ്. യൂട്യൂബിൽ പോലും വീഡിയോ കാണുന്നില്ല. അധ്യാപകർ അതിനെക്കുറിച്ച് പറയുന്നില്ല. പൈസ അടച്ചിട്ടിപ്പം പണവും പോയി റിസൾട്ടും ഇല്ലാത്ത അവസ്ഥയാണോ? അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ജൂൺ 14 ജൂൺ 4 വരെയായിരുന്നു റീവാലുവേഷൻ്റെ അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ റിസൾട്ട് എന്തായാലും ഈ മാസം എന്തായാലും ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തോടുകൂടി തന്നെ എന്തായാലും റിസൾട്ട് ഉണ്ടാകും. നിങ്ങളുടെ റിസൾട്ട് വൈകുന്നതിന് കാരണം നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കയറിയ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് വന്നിട്ട് പ്രത്യേകിച്ച് അഡ്മിഷനോ കാര്യങ്ങൾക്കൊന്നും പോകാനില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാ വർഷങ്ങളിലും SLCയുടെയാണ് ആദ്യം റിസൾട്ട് വരിക, പിന്നെ പ്ലസ് ടുവിൻ്റെ, പിന്നെ എന്നിട്ടാണ് ലാസ്റ്റാണ് എപ്പോഴും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരിക. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ അഡ്മിഷന് പോകാത്തവരാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെ വൈകി പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും കോഴ്സിന് അഡ്മിഷന് പോകേണ്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് എത്ര നേരത്തെ പ്രസിദ്ധീകരിച്ചാണ്. നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഒരു മാർച്ചിൽ പ്രസിദ്ധീകരിച്ച റീവാലുവേഷനും ഒരു നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചതിന് നിങ്ങളൊരു അഡ്മിഷന് പോകുന്ന വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ആദ്യ വാരത്തിൽ നിങ്ങൾക്ക് എന്തായാലും തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ അതോർത്ത് വേവലാതിപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് ടു നന്നായിട്ട് പഠിച്ചു കൊടുക്കുക. പല വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിൽ നിരവധി വിഷയങ്ങൾ ഫെയിലായിട്ടുണ്ട്. 1, 2 വിഷയങ്ങൾ ഫെയിലായവരുണ്ട്, 4, 5 വിഷയങ്ങൾ ഫെയിലായവരുണ്ട്. ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എഴുതിയെടുക്കാൻ അവസരമുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ലെന്ന് ഓർത്തുന്നു, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്ലസ് ടുവിൽ എഴുതിയെടുക്കാനുള്ള നല്ലൊരു അവസരമുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. Kerala results.nic.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം ഫസ്റ്റ് ഇയർ റീവാലുവേഷൻ റിസൾട്ട് 2024 എന്ന ലിങ്ക് അവിടെ കാണും. ഇപ്പോൾ അവിടെ ഇല്ല, അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ വരിക. അന്നേരം നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. അല്ലെങ്കിൽ DHSCയുടെ വെബ്സൈറ്റിൽ കയറുക. ശേഷം എക്സാമിനേഷൻ്റെ സെൻറ്ററിൽ പോവുക. അവിടെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി റീവാലുവേഷൻ റിസൾട്ട് 2024 എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ PDF ഡൗൺലോഡായി വരും. നിങ്ങൾക്കത് നോക്കി റിവാലുവേഷൻ എടുക്കാൻ സാധിക്കും. 500-600 പേജുള്ള PDF ആയിരിക്കും. ഒരിക്കലും നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് അത് നമുക്ക് തിരഞ്ഞതുകൊണ്ട് കണ്ടുപിടിക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് പരിശോധിക്കുക എന്ന് അത് ഞാൻ ആ ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായും പറഞ്ഞുതരാം. എന്തായാലും ഒന്നുകൂടെ പറഞ്ഞു വെച്ചേക്കാം, നിങ്ങളുടെ സ്കൂൾ കോഡും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലാതെ 500-600 പേര് സ്ക്രോൾ ചെയ്ത് പോകുക എന്നൊന്നും അത്ര പോസിബിളുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ഒന്നുകൊണ്ട് തന്നെ റിലാക്സ് അടിക്കേണ്ട, നിങ്ങൾ ഒന്നുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഞാനുണ്ട് കൂടെ, നിങ്ങൾ ഒന്നുകൊണ്ടും പഠിക്കണം. നിങ്ങൾ പ്ലസ് ടുവിൽ നന്നായിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്ലസ് വണ്ണിൽ എത്ര വിഷയങ്ങൾ പോയാലും പ്ലസ് ടുവിൽ 48 മാർക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പ്ലസ് വണ്ണിലെ മാർക്ക് കുറഞ്ഞ വിഷയത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ കയറിപ്പോകാൻ സാധിക്കും. പിന്നെ ഗ്രേഡ് നിലവാരം കുറച്ച് കുറയും, പക്ഷേ നിങ്ങൾക്ക് എന്താ സാധിക്കും, ജയിച്ചു പോകാൻ സാധിക്കും. കാത്തിരിക്കുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൊണ്ട് പുതിയൊരുമയെ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. ബൈ.